ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സാൻഡ്വിച്ചാണ്. 3 തരം സാൻഡ്വിച്ചുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. കുബൂസിലും അതേപോലെ തന്നെ സമോൻ ബ്രെഡിലുമാണ് ഇന്നത്തെ സാൻഡ്വിച്ചുകളൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത്. എഗ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, ലബന സാൻഡ്വിച്ച്, ഈ 3 തരം സാൻഡ്വിച്ചും എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഹോട്ടലുകളിലും അതേപോലെ തന്നെ വീടുകളിലുമൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചുകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ലബനയാണ്. ലബന യോഗർട്ട് ചീസാണ്. ആ ചീസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ സാത്തർ, അതേപോലെ ലബന, ടൊമാറ്റോ, ഒലീവ് ഓയിൽ, അതേപോലെ ബ്ലാക്ക് ഒലീവിൻ്റെ സ്ലൈസ് അത് ഞാനിതിൽ എടുത്തിട്ടില്ല, അതുകൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഇപ്പോൾ സാത്തറും അതേപോലെ ലബന, ടൊമാറ്റോ, ഒലീവ് ഓയിൽ ഈ 3 ചേർത്ത് ഈ സമൂൻ ബ്രെഡിലാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് അതേപോലെ തന്തൂരി റൊട്ടിയിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സമൂൻ ബ്രെഡിലേക്ക് ഞാനൊരു 1.5 സ്പൂൺ ലബന ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. യോഗർട്ട് ചീസാണ് ലബന. അപ്പോൾ അത് ചേർത്ത് നല്ലതുപോലെ അതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 3 പീസ് ടൊമാറ്റോയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബ്ലാക്ക് ഒലിവ് ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചേർത്തിട്ടില്ല. ഇത് സാത്തറാണ്. ഇനി ഇതിൽ ഒലീവ് ഓയിൽ, ഇത്രയും മതി. ഇത് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ സാൻഡ്വിച്ചിൻ്റെ പണി വളരെ എളുപ്പമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അറബികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. കാരണം ഇത് കഴിച്ചാൽ നമുക്ക് വയറിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടും. ചൂടുകാലത്തൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അറബികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചീസ് കൂടിയാണത്. ആദ്യം തന്നെ സമൂന ബ്രെഡിൽ ചീസ് ചേർത്തതിന് ശേഷം ടൊമാറ്റോ വേണ്ടവർക്ക് വെച്ചാൽ മതി. ഇനി ടൊമാറ്റോ ഇല്ലാതെയും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. സാത്തർ വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കേണ്ട. ഒലീവ് ഓയിൽ വേണ്ടവർക്ക് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് ഈ എല്ലാം കൂടി ചേർത്ത് തന്നെ കാമൽ എന്നാണ് പറയുന്നത്, അതായത് മുഴുവനായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഒരു ചെറിയ ബെൽറ്റിട്ട് നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ അതെങ്ങനെയും കൂടി നോക്കാം. ഞാൻ ഈ സാൻഡ്വിച്ച് പേപ്പർ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണിത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ബെൽറ്റ് ഇടാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. അതൊന്ന് മൊത്തത്തിൽ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ലബന സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ലബന ഞാൻ പറഞ്ഞു, യോഗർട്ട് ചീസാണ് ലബന. അത് നമുക്ക് വീട്ടിൽ തന്നെ യോഗർട്ട് ഉണ്ടെങ്കിൽ അത് തോർത്തിലേക്ക് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം അത് പിഴിഞ്ഞെടുത്താൽ തയ്യാറായി കിട്ടുന്ന ചീസാണ് ഈ ലബന. അത് നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമാണ്. അറബികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചീസാണിത്. അപ്പോൾ നമ്മുടെ ലബന ചീസ് സാൻഡ്വിച്ച് സമൂനിൽ തയ്യാറാക്കി. ഇനി ഞാൻ എഗ്ഗ് സാൻഡ്വിച്ചാണ് തയ്യാറാക്കിയെടുക്കാൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. എഗ്ഗ് സാൻഡ്വിച്ചിന് തയ്യാറാക്കിയെടുക്കുന്നത് ബ്രെഡിലുള്ള തന്തൂരി റൊട്ടിയിലാണ്. ആ റൊട്ടിയിൽ എങ്ങനെ ഈ എഗ് സാൻഡ്വിച്ച് റാപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണതും. അപ്പം ആദ്യം തന്നെ ഒരു തന്തൂരി റൊട്ടി എടുത്തിട്ടുണ്ട്. ആ റൊട്ടിയിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തഹീനയാണ്. തഹീന വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ തഹീനയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം. അതിനുശേഷം 2 എഗ്ഗ് കട്ട് ചെയ്തത് ചേർത്തിട്ട് ബാക്കിയുള്ള ചേരുവകളും ചേർത്തിട്ട് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇനി എഗ്ഗ് കട്ട് ചെയ്യണം. ബോയിൽഡ് ചെയ്ത എഗ്ഗ് നമ്മുടെ എഗ്ഗ് കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഒരു സാൻഡ്വിച്ചിൽ 2 എഗ്ഗ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച തഹീന ചേർത്ത കുബൂസിലേക്ക് ഈ 2 എഗ്ഗും ഇതേപോലെ നിരത്തി വെക്കണം. അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് പാർസ്ലി ലീവ്സാണ്. ഇനി വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ടൊമാറ്റോ വേണമെങ്കിൽ ടൊമാറ്റോ ചേർക്കാം. ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചേർക്കാവുന്നതാണ്. ഈ ഫ്രൈഡ് പൊട്ടാറ്റോ ചേർത്തിട്ടുണ്ട്. അതേപോലെ ബ്ലാക്ക് പെപ്പർ, സാൾട്ട്. ആദ്യം ഈ 2 സൈഡും ഉള്ളോട്ട് മടിക്കിയതിന് ശേഷം ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പം 2 ഭാഗത്തു നിന്നും അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗവും ചേർത്തിട്ട് ഇതിനെ റാപ്പ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് ചൂടാക്കിയെടുക്കാം.
കുറച്ച് നേരം ചൂടാക്കിയാൽ മതി, കൂടുതൽ ഡ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇനി കൂടുതൽ ഡ്രൈ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു കല്ലിന്മേൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. 2 ഭാഗം മറിച്ച് വെച്ചാൽ മതി. ഒരു ഭാഗം ചൂടാൻ ശേഷം ഒരു ഭാഗം മറിച്ച് വെച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലാണ് ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നമുക്ക് സാൻഡ്വിച്ച് പേപ്പറിൽ ഇത് എങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് കൂടി നോക്കാം. അപ്പോൾ ഞാൻ ചരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ എഗ്ഗും സാൻഡ്വിച്ചും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഓരോ സാൻഡ്വിച്ചും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് തന്തൂരി റൊട്ടിയിലാണ്. ഇത് അതേപോലെ നേരത്തെ ഞാൻ ചെയ്ത ലബന സാൻഡ്വിച്ച് തയ്യാറാക്കിയതുപോലെ സമൂനിലും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. പൊറാട്ടയിൽ തയ്യാറാക്കിയെടുക്കാം, ചപ്പാത്തിയിൽ തയ്യാറാക്കാം. ഏത് ബ്രെഡാണോ റൊട്ടിയാണോ ഇതിലും നിങ്ങൾക്ക് ഇതേപോലെ സാൻഡ്വിച്ചുകളൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് കൂടി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് കൂടി നോക്കാം. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച്. ഇതേപോലെ പേപ്പറിൽ വെച്ച് പൊതിഞ്ഞെടുക്കണം. ഇനി ഇതേപോലെ തന്നെയാണ് ചിക്കൻ സാൻഡ്വിച്ചും തയ്യാറാക്കി. ചിക്കൻ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും തയ്യാറാക്കിയെടുക്കാം. സ്പൈസി വേണ്ടെങ്കിൽ സ്പൈസിയിൽ തയ്യാറാക്കിയെടുക്കാം, ചില്ലി രൂപത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതേപോലെ ചിക്കൻ ഷവർമ തയ്യാറാക്കുന്നത് പോലെ അതിൽ വേണ്ട ചേരുവകളൊക്കെ ചേർത്തിട്ട് നമുക്ക് അതേപോലെ ചിക്കൻ തയ്യാറാക്കിയെടുത്തിട്ടും ഇതേപോലെ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചില്ലി ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എഗ് സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. ഇനി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ചിട്ട് ഇതേപോലെ ആദ്യം തന്നെ തഹീന, അതേപോലെ ചിക്കൻ, അതേപോലെ അതിൽ പാർസ്ലി ലീവ്സാണ് ഞാൻ ചേർത്തത്. ഇനി കസ് വേണ്ടവർ കസ് ചേർക്കാം, കേബേജ് വേണ്ടവർ കേബേജ് ചേർക്കാം. അതേ രീതിയിൽ തന്നെ എഗ് സാൻഡ്വിച്ച് ഏത് രീതിയിലാണോ തയ്യാറാക്കിയത് അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയത്. ചിക്കനിൽ വേണ്ട ഓരോരുത്തർക്കും ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചിട്ട് ഓരോന്നും അതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ ഒരു രീതി. ഷവർമയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ചും ഇന്നത്തേത് തയ്യാറായി കഴിഞ്ഞു. അതും വളരെ എളുപ്പമാണ്, അടിപൊളിയായിട്ട് നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ജാത്തർ, അതേപോലെ ചീസ്, ടൊമാറ്റോ, ഒലീവ് കട്ട് ചെയ്ത് വെച്ചത്, ജാത്തർ, ഇതെല്ലാമാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമുക്കും ബ്രെഡിലും അതേപോലെ ഏത് ബ്രെഡാണോ നമ്മുടെ കയ്യിലല്ല അതിലൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഓരോരുത്തരുടെ ബ്രെഡിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് വീണ്ടും തയ്യാറാക്കുന്ന ലബന സാൻഡ്വിച്ചാണ്. ഇതിൽ ഞാൻ ടൊമാറ്റോ, അതേപോലെ ബ്ലാക്ക് ഒലീവ്, ഇതും അതേപോലെ തന്നെ റാപ്പായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം വളരെ എളുപ്പമാണ്. നമ്മുടെ ഇന്നത്തെ എല്ലാ സാൻഡ്വിച്ചുകളും തയ്യാറായി കഴിഞ്ഞു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.